നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി സഹ്യ ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആഗ്രഹിച്ചു പണിത വീട്ടിൽ താമസിച്ചത് 2 മാസം. നാട്ടിൽ സ്ഥിരതാമസമാക്കാനിരിക്കെ അപകടം. വീട്ടിൽ തനിച്ചായി അമ്മ റേച്ചൽ. കപ്പലിൽ ജോലി വാഗ്ദാനം നൽകി തട്ടിപ്പ്. തിരുവനന്തപുരം സ്വദേശിക്കെതിരെ കേസെടുത്തു. ഹജ്ജ് യാത്രയ്ക്കിടെ വിമാനത്താവളത്തിൽ നിന്ന് പണം മോഷ്ടിക്കപ്പെട്ടു. നഷ്ടമായത് ചെലവിനായി കരുതിയ പണം. ആസിഫ് അലി ഒഴുകും ദുബായ് മറീനയിൽ. നടന് ആദരവുമായി ദുബായിലെ കമ്പനി. തീപിടുത്ത പേടിയിൽ പ്രവാസികൾ. കൊടും ചൂടിൽ AC ഉപയോഗം കൂടുന്നു. സാങ്കേതിക പ്രശ്നം പരിഹരിച്ചെങ്കിലും കണ്ണൂരിലും കൊച്ചിയിലും വിമാനങ്ങൾ റദ്ദാക്കി. അബുദാബി മാർത്തോമ ഇടവകയിൽ മലയാള പഠനം തുടങ്ങി. ആഗ്രഹിച്ചു പണിത വീട്ടിൽ താമസിച്ചത് 2 മാസം. നാട്ടിൽ സ്ഥിരതാമസമാക്കാനിരിക്കെ അപകടം. വീട്ടിൽ തനിച്ചായി അമ്മ റേച്ചൽ. കുവൈറ്റിലെ ജോലി ഉപേക്ഷിച്ച് നാട്ടിലെത്തി അമ്മയ്ക്കൊപ്പം സ്ഥിരതാമസമാക്കാൻ തീരുമാനിച്ചിരിക്കെയാണ് മാത്യുവിന്റെയും കുടുംബത്തിന്റെയും വേർപാട്. നീരേറ്റുപുറത്ത് പമ്പയാറിന്റെ കരയിലെ പഴയ വീട് 1.5 വർഷം മുമ്പാണ് പുതുക്കി നിർമ്മിച്ചത്. ആഗ്രഹിച്ചു പണിത വീട്ടിൽ 2 മാസത്തോളം മാത്രമേ മാത്യുവിനും കുടുംബത്തിനും താമസിക്കാനായുള്ളൂ. ഗൃഹപ്രവേശന കർമ്മം നടത്തിയ ശേഷം 2 തവണ നാട്ടിലെത്തിയെങ്കിലും അവധി കുറവായതിനാൽ വേഗം മടങ്ങേണ്ടി വന്നു. വെള്ളം കയറാതെ ഇരിക്കാൻ തറനിരപ്പുൾപ്പെടെ ഉയർത്തിയാണ് എല്ലാ സൗകര്യങ്ങളുമുള്ള വീട് നിർമ്മിച്ചത്. അമ്മ റേച്ചൽ തോമസിന് പ്രമേഹവും പ്രായത്തിന്റെ അവശതകളുമുണ്ട്. അമ്മ വീട്ടിൽ തനിച്ചായതിനാൽ CCTV ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിരുന്നു. മക്കളുടെ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം നാട്ടിൽ സ്ഥിരതാമസമാക്കാനായിരുന്നു ആദ്യം ആലോചനയെങ്കിലും പിന്നീട് അത് മാറ്റി. 2 വർഷത്തിനുള്ളിൽ നാട്ടിൽ സ്ഥിരതാമസമാക്കുമെന്നാണ് പലരോടും പറഞ്ഞിരുന്നത്. ഈ വർഷം ക്രിസ്മസിന് നാട്ടിലെത്തിയാൽ പിന്നെ മടങ്ങില്ലെന്നും ചിലരോട് പറഞ്ഞിരുന്നു. അമ്മയ്ക്ക് കുറച്ച് നാളത്തേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നീരേറ്റുപുറത്തെ കടയിലെത്തി വാങ്ങിച്ചതിന് ശേഷമായിരുന്നു കുടുംബത്തിന്റെ മടക്കം. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, കുവൈറ്റ്. കപ്പലിൽ ജോലി വാഗ്ദാനം നൽകി തട്ടിപ്പ്. തിരുവനന്തപുരം സ്വദേശിക്കെതിരെ കേസെടുത്തു. ദുബായിൽ കപ്പലിൽ ജോലി വാഗ്ദാനം ചെയ്തു ലക്ഷങ്ങൾ തട്ടിയെടുക്കുന്ന സംഘത്തിനെതിരെയുള്ള പരാതികൾ വർദ്ധിക്കുന്നു. വിസയും ടിക്കറ്റും വാഗ്ദാനം ചെയ്ത് 2 പേരിൽ നിന്നായി 3.5 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ തിരുവനന്തപുരം സ്വദേശിക്കെതിരെ ബേക്കൽ പോലീസ് കേസെടുത്തു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം പരാതികൾ വർദ്ധിക്കുന്നതായി പോലീസ് പറഞ്ഞു. പനയാൽ ബട്ടത്തൂരിലെ സുദർശനൻ, ആറാട്ടുകടവ് റോഡിൽ വെട്ടിത്തറക്കാലിലെ NT മനോജ് എന്നിവരുടെ പരാതിയിൽ തിരുവനന്തപുരം സ്വദേശിയായ ഷിതിൻ റാമിനെതിരെയാണ് പോലീസ് കേസെടുത്തത്. കപ്പൽ ജോലിക്കായി 3.5 ലക്ഷം രൂപയാണ് മനോജ് നൽകിയത്. 2023 സെപ്റ്റംബർ 25-നും ഡിസംബർ 5-നും ഇടയിലുള്ള ദിവസങ്ങളിലായി ഇരുവരും പ്രതിയുടെ അക്കൗണ്ടിൽ പണം നൽകിയത്. എന്നാൽ പിന്നീട് പണം നൽകാതെ വഞ്ചിക്കുകയായിരുന്നുവെന്നാണ് പരാതി. കപ്പൽ കമ്പനിയുടെ വ്യാജ ഓഫർ ലെറ്ററും വിമാന ടിക്കറ്റും ഇവർക്ക് നൽകിയിരുന്നു. ഇതിനുശേഷം മുഴുവൻ പണവും കിട്ടിയതോടെ വിമാന ടിക്കറ്റ് റദ്ദാക്കിയെന്നും അടുത്ത ദിവസത്തിനു ശേഷം റദ്ദായ യാത്ര ശരിയാകുമെന്ന് പറഞ്ഞും ഇവരെ വിശ്വസിപ്പിച്ചു. 2 മാസമാണ് ഇവർ മുംബൈയിൽ താമസിച്ചത്. പിന്നീട് നാട്ടിലേക്ക് പറഞ്ഞുവിട്ടു. തുടർന്ന് മറ്റൊരു വ്യാജ ഓഫർ ലെറ്റർ കൂടി നൽകിയിരുന്നു. ഇതേക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് വ്യാജനാണെന്ന് തിരിച്ചറിഞ്ഞത്. അതോടെ വ്യാജകത്ത് നൽകിയ തിരുവനന്തപുരം സ്വദേശിയായ ഷിതിൻ റാം മുങ്ങുകയായിരുന്നുവെന്ന് ഇവർ പോലീസിൽ പരാതി നൽകി. ഈ മേഖലയിൽ ഒട്ടേറെ തട്ടിപ്പുകൾ നടക്കുന്നതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ദുബായ്. ഹജ്ജ് യാത്രയ്ക്കിടെ വിമാനത്താവളത്തിൽ നിന്ന് പണം മോഷ്ടിക്കപ്പെട്ടു. നഷ്ടമായത് ചെലവിനായി കരുതിയ പണം.
ഹജ്ജ് യാത്രയ്ക്കിടെ കല്ലായി സ്വദേശികളായ ദമ്പതികളുടെ ബാഗിൽ സൂക്ഷിച്ചിരുന്ന 1.5 ലക്ഷത്തിലധികം രൂപ വിമാനത്താവളത്തിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ടു. ഹജ്ജിനുള്ള ചെലവിനായി കയ്യിൽ കരുതിയ പണമാണ് നഷ്ടപ്പെട്ടത്. വ്യോമയാന അധികൃതർക്കും വിമാന കമ്പനിക്കും ട്രാവൽ ഏജൻസിക്കും പരാതി നൽകിയെങ്കിലും ഇതുവരെ ഒരു നടപടിയും എടുത്തിട്ടില്ല. എറണാകുളത്ത് ബിസിനസ്സുകാരായ കല്ലായി പന്നിയങ്കര സ്വദേശിയും ഭാര്യയുമാണ് ജൂൺ 8 രാവിലെ സ്പൈസ് ജെറ്റ് വിമാനത്തിൽ കരിപ്പൂരിൽ നിന്ന് ഹജ്ജ് യാത്രയ്ക്ക് പുറപ്പെട്ടത്. രാവിലെ 2 മണിയോടെ ഇരുവരും വിമാനത്താവളത്തിൽ പരിശോധനകൾക്കായി കയറി. ഹജ്ജ് കർമ്മത്തിന് അവിടെ എത്തിയാലുള്ള ചെലവുകൾക്കായി ഇന്ത്യൻ രൂപ കോഴിക്കോട്ടെ എക്സ്ചേഞ്ച് വഴി സൗദി റിയാലാക്കി മാറ്റി ടോൾ ബാഗിനകത്ത് ഇട്ടുപൂട്ടി. ഈ ബാഗ് വലിയ പെട്ടികളിൽ ഒന്നിനകത്ത് വെച്ചിരിക്കുകയായിരുന്നു. 7500 സൗദി റിയാലിലധികം തുക ബാഗിനകത്തുണ്ടായിരുന്നു. ബാഗേജ് സ്കാൻ പൂർത്തിയാക്കിയ ശേഷം അകത്തേക്കും കൊണ്ടുപോയി. ജിദ്ദയിൽ വിമാനമിറങ്ങിയ ശേഷം പെട്ടികൾ ഇവരുടെ കയ്യിൽ ലഭിച്ചു. പരിശോധനയ്ക്ക് ശേഷം പുറത്തെത്തിയപ്പോഴാണ് പണം നഷ്ടപ്പെട്ടതായി കണ്ടെത്തിയത്. വിമാനത്താവള അധികൃതർക്കും സ്പൈസ് ജെറ്റ് അധികൃതർക്കും മുഖ്യമന്ത്രിക്കും കരിപ്പൂർ പോലീസ് സ്റ്റേഷനിലും പരാതി നൽകി. ന്യൂസ് ഡെസ്ക് സഹിയ ന്യൂസ്, ജിദ്ദ. ആസിഫ് അലി ഒഴുകും ദുബായ് മറീനയിൽ. നടന് ആദരവുമായി ദുബായിലെ കമ്പനി. ദുബായിൽ നടൻ ആസിഫ് അലിക്ക് ആദരവും പിന്തുണയും അറിയിച്ച് ആഡംബര നൗകയ്ക്ക് അദ്ദേഹത്തിന്റെ പേരു നൽകി. ദുബായ് മറീനയിലെ വാട്ടർ ടൂറിസം കമ്പനി D3 ആണ് നൗകയുടെ പേരു മാറ്റിയത്. സംഗീത സംവിധായകൻ രമേശ് നാരായണനുമായി ബന്ധപ്പെട്ട വിവാദം ആസിഫ് അലി കൈകാര്യം ചെയ്ത രീതിയോടുള്ള ആദരവായാണ് ഇത്. നൗകയിൽ ആസിഫ് അലി എന്ന് പേര് പതിപ്പിച്ചു കഴിഞ്ഞു. രജിസ്ട്രേഷനിലും ലൈസൻസിലും പേരുമാറ്റും. സംരംഭകർ പത്തനംതിട്ട സ്വദേശികൾ ആയതിനാൽ ജില്ലയുടെ വാഹന രജിസ്ട്രേഷനിലെ 3 ഉൾപ്പെടുത്തിയാണ് കമ്പനിക്ക് D3 എന്ന് പേരു നൽകിയത്. ന്യൂസ് ഡെസ്ക് സഹിയ ന്യൂസ്, ദുബായ്. തീപിടുത്ത പേടിയിൽ പ്രവാസികൾ. കൊടും ചൂടിൽ AC ഉപയോഗം കൂടുന്നു. കുവൈറ്റിൽ വയറിംഗിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചൂട് കാലത്ത് വീട്ടിലെ AC അടക്കമുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വില്ലന്മാരാകും. അതിനുദാഹരണമാണ് കുവൈറ്റിൽ മലയാളി കുടുംബത്തിന്റെ മരണം. മുൻപെങ്ങും ഇല്ലാത്ത വിധത്തിലുള്ള ചൂടാണ് ഗൾഫിൽ അനുഭവപ്പെടുന്നത്. പുറത്തെ ചൂടും അകത്തെ ചൂടും ഒരേപോലെ താങ്ങാൻ കഴിയുന്ന തരത്തിലാണ് AC-കൾ നിർമ്മിക്കുന്നതെങ്കിലും അതിന്റെ അനുബന്ധ വയറുകൾക്ക് നിലവാരമില്ലെങ്കിൽ അപകടമുണ്ടാകാം. AC-യിൽ ഉപയോഗിക്കുന്ന വാതകം R32 റെഫ്രിജറന്റ് വിഭാഗത്തിൽ പെടുന്നതാണെങ്കിൽ തീപിടുത്ത സാധ്യത കൂടുതലാണെന്ന് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നു. പരമാവധി മുൻകരുതലുകൾ സ്വീകരിക്കുക എന്നതു മാത്രമാണ് പോംവഴി. അതിൽ ഏറ്റവും പ്രധാനം വീട്ടിലെ വയറിങ്ങിന്റെ നിലവാരം പരിശോധിക്കുക എന്നതാണ്. അവധിക്കു നാട്ടിൽ പോകുന്നവർ വീട്ടിലെ വൈദ്യുതോപകരണങ്ങൾ ഓഫ് ചെയ്ത് സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കണം. രാത്രിയിലാണ് തിരിച്ചെത്തുന്നതെങ്കിൽ എല്ലാ ഉപകരണങ്ങളും കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കിയ ശേഷമേ ഉപയോഗിക്കാവൂ. ന്യൂസ് ഡെസ്ക് സഹിയ ന്യൂസ്, കുവൈത്ത്. സാങ്കേതിക പ്രശ്നം പരിഹരിച്ചെങ്കിലും കണ്ണൂരിലും കൊച്ചിയിലും വിമാനങ്ങൾ റദ്ദാക്കി. അബുദാബിയിൽ സാങ്കേതിക പ്രശ്നം പരിഹരിച്ചെങ്കിലും 2ാം ദിവസവും കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ വിമാന സർവീസുകളെ ബാധിച്ചു. ഇന്നലെ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ദമാം, ഷാർജ, അബുദാബി എന്നിവിടങ്ങളിലേക്കുള്ള സർവീസും ദമാമിൽ നിന്ന് തിരിച്ചുമുള്ള സർവീസും റദ്ദാക്കി. മസ്കറ്റ്, അബുദാബി, ദോഹ, റിയാദ്, തിരുവനന്തപുരം സെക്ടറിൽ ഇന്നലെ സർവീസ് മണിക്കൂറുകളോളം വൈകി. വിൻഡോസ് തകരാറു കാരണം യാത്രക്കാരുടെ ചെക്ക് ഇൻ, ബോർഡിംഗ് പാസ് ഇഷ്യൂ, ബാഗേജ് ടാഗ് ഇഷ്യൂ എല്ലാം മാനുവലായി ചെയ്തതോടെ വെള്ളിയാഴ്ച സർവീസുകൾ വൈകിയിരുന്നു. ഇന്നലെ വിൻഡോസ് സേവനങ്ങൾ പുനഃസ്ഥാപിച്ച് എല്ലാം ഓൺലൈനായെങ്കിലും വെള്ളിയാഴ്ച സർവീസുകൾ വൈകിയതിനാൽ അതിന്റെ തുടർച്ചയായാണ് ഇന്നലെയും വൈകിയത്. കൊച്ചിയിൽ നിന്നുള്ള 9 സർവീസുകൾ ഇന്നലെയും റദ്ദാക്കി. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് ചെന്നൈ, ഹൈദരാബാദ് എന്നിവിടങ്ങളിലേക്കുള്ള 2 ഇൻഡിഗോ സർവീസുകൾ ചെക്ക് ഇൻ സംവിധാനത്തിലെ പ്രശ്നങ്ങൾ കാരണം മുടങ്ങി. കോഴിക്കോട് വിമാനത്താവളത്തിൽ സർവീസുകൾ സാധാരണ നിലയിൽ നടന്നു. ന്യൂസ് ഡെസ്ക് സഹിയ ന്യൂസ്, അബുദാബി. അബുദാബി മാർത്തോമ ഇടവകയിൽ മലയാള പഠനം തുടങ്ങി. അബുദാബിയിൽ വേനലവധിക്കാലത്ത് മാർത്തോമ ഇടവകയുടെ നേതൃത്വത്തിൽ നടത്തുന്ന മലയാളം ക്ലാസുകൾക്ക് തുടക്കമായി. വികാരി ജിജോ സി ഡാനിയൽ ഉദ്ഘാടനം ചെയ്തു. സഹവികാരി ബിജോ എബ്രഹാം അധ്യക്ഷനായി. കേരള സ്റ്റേറ്റ് ജവഹർ ബാലഭവനിലെ നാടകാധ്യാപകനും ദി ആർട്ട് സ്പേസ് സെന്റർ പെർഫോമിംഗ് ആർട്സ് ഡയറക്ടറുമായ സതീഷ് ജി നായർ ആദ്യ ദിനത്തിൽ മലയാളം ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. 100ഓളം കുട്ടികൾ ആദ്യ ദിനത്തിൽ പങ്കെടുത്തു. കുട്ടികൾക്ക് മാതൃഭാഷാ സ്നേഹം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ
ലക്ഷ്യത്തോടെയാണ് സിലബസ് ഒരുക്കിയിരിക്കുന്നത്. പഠനയാത്രകൾ, വയലും വീടും, അക്ഷരമാല, കളിയും ചിരിയും, സാഹിത്യ കളരി എന്നിവയെല്ലാം ക്ലാസുകളുടെ ഭാഗമാണ്. മരം ഒരു വരം, വനം ഒരു ധനം, നമുക്ക് നട്ടുവളർത്താം നാളേക്കായി എന്നതാണ് ഈ വർഷത്തെ ചിന്താവിഷയം. ജോസഫ് മാത്യു എബ്രഹാം, റോജി മാത്യു, ആശ ജോയി, ആൻ എലിസബത്ത് ഷാജി എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് സഹിയ ന്യൂസ്, അബുദാബി. ഇനി ഇന്നത്തെ ഗൾഫ് രാജ്യത്തെ കറൻസിയും ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയ നിരക്കുകൾ. ഇന്നത്തെ ഗൾഫ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഗൾഫ് ന്യൂസ് വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.